ഹലോ. UGC ഇക്വിറ്റി റെഗുലേഷൻസ് സുപ്രീം കോടതി ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കോടതി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന റെഗുലേഷൻസ് എല്ലാം അൺക്ലിയർ ആണെന്നും മാത്രമല്ല ഇത് നമ്മുടെ സൊസൈറ്റീനെ തന്നെ ഡിവൈഡ് ചെയ്യും എന്നുമാണ്. ഇനി എന്താണ് ഈ UGC റെഗുലേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ക്യാമ്പസുകളുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കാരണം മരണപ്പെട്ട രോഹിത് വെമുലയുടെയും പായൽ തദ്വിയുടെയും അമ്മമാർ സുപ്രീം കോടതിയിലെത്തുകയും അതിനുശേഷമാണ് ഈ പറയുന്ന 2026 ജനുവരിയിൽ ഇത്തരത്തിലുള്ള UGC ഇക്വിറ്റി റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്. അതായത് ക്യാമ്പസുകളിലുള്ള ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ തടയാനായിട്ട് കോടതി പുതിയ നിയമങ്ങൾ വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2012 നിയമങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പുതിയ റെഗുലേഷൻസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് പുതിയ നിയമത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അതായത് ജാതി, മതം ഇത്തരത്തിൽ യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. മാത്രമല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമായിരിക്കണം. പിന്നെ ഓരോ കോളേജിലും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെൻറ്റർ, പിന്നെ അതുപോലെ തന്നെ പരാതികൾ അന്വേഷിക്കാനായിട്ട് ഇക്വിറ്റി കമ്മിറ്റി വേണം, അതിനെപ്പറ്റി നിരീക്ഷണം നടത്താനായിട്ട് ഇക്വിറ്റി സ്ക്വാഡ് വേണം. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ 24 അവേഴ്സിൻ്റെ ഉള്ളിൽ കമ്മിറ്റി യോഗം ചേരുകയും 15 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ UGC നൽകുന്ന അതായത് UGC ഇവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം ഇല്ലാതാവുകയും മാത്രമല്ല ഇവരുടെ അംഗീകാരം വരെ റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. സംഭവം ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊരു നല്ല നിയമമല്ലേ, ഇത് ഇത്രയും അതായത് ഡിസ്ക്രിമിനേഷൻ എല്ലാം ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു നിയമമല്ലേ, പിന്നെ എന്താണ് ഇതിന് ഇത്രയും മാത്രം കോൺട്രവേഴ്സി? ഓക്കെ, പറയാം. അതായത് നമ്മുടെ റെഗുലേഷൻ 3 clause C പറയുന്ന കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നതിൽ SC, ST, OBC എന്നീ 3 കാറ്റഗറീസിന് സ്പെസിഫിക്കലി ആണ് എന്നുള്ള കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്കും വിവേചനം നേരിടേണ്ടി വരാമെന്നും അതിനാൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കേണ്ടതല്ലേ. മാത്രമല്ല അടുത്തൊരു കാര്യമായിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ എന്തായാലും വ്യാജ പരാതികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരത്തിൽ വ്യാജ പരാതികൾ നൽകുന്നവർക്കെതിരെ നടപടിയില്ലാത്തതുകൊണ്ട് നിയമം ദുരുപയോഗം ചെയ്യാൻ വരെ കാരണമാവില്ലേ. മൂന്നാമത്തെ കാര്യമായിട്ട് അവരെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ അന്വേഷണ കമ്മിറ്റികളിൽ സംവരണ വിഭാഗത്തിന് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവിടെ വിചാരണ പ്രൊസീജിയേഴ്സ് ഫെയർ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ശരിയല്ലേ? ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്യാമ്പസുകളിലെ ഒരു ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന നിയമം എന്നുള്ള നിലയ്ക്കാണെങ്കിലും ഇത് പിന്നോക്ക വിഭാഗത്തിന് മാത്രമായിട്ടാണോ അല്ലെങ്കിൽ പിന്നോക്ക സമുദായങ്ങൾക്ക് മാത്രമായി നിലനിൽക്കുന്നതാണോ എന്നുള്ള കാര്യമാണ് ഇനി സുപ്രീം കോടതി ഡിസ്കസ് ചെയ്യേണ്ടത്. സുപ്രീം കോടതി ഈ റെഗുലേഷൻസിനെ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അവിടെ സുപ്രീം കോടതി ചില കാര്യങ്ങളൊക്കെ ഊന്നി പറയുന്നുണ്ട്. അതിൽ പറഞ്ഞ പ്രകാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 നിയമങ്ങൾ പ്രകാരം നമ്മൾ ഒരു ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതിയുടെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തിനാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും പുറകോട്ട് പോകുന്നത്? മാത്രമല്ല ഈ ഒരു റെഗുലേഷൻസിൽ ഈ പറയുന്ന റാഗിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള യാതൊരുവിധ ക്ലോസും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുകൂടെ കോടതി അവിടെ ചൂണ്ടിക്കാട്ടി. എന്നാലേ ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീനിയർ വിദ്യാർത്ഥി ഒരു ഫ്രഷറിനെ റാഗ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇത്തരത്തിൽ ഒരു കേസ്, അതായത് ഇത്തരത്തിൽ ജൂനിയറുടെ ഒരു റാഗിങ് പരാതി പരിഹരിക്കാനായിട്ട് ഇത്തരത്തിൽ ഈ ഒരു ചട്ടത്തിൽ വ്യവസ്ഥകൾ ഉണ്ടോ എന്നുകൂടെ അവിടെ കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വേണ്ടത് ഒരു യൂണിറ്റിയാണ്, അതായത് ഒരു കാസ്റ്റ്ലെസ് സൊസൈറ്റിയാണ്. അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. സംഭവം ഈ പറയുന്ന റെഗുലേഷൻസിൽ ഒരിക്കലും ഈ രാഷ്ട്രീയവൽക്കരിക്കാതെ തന്നെ ഇതിനെ കറക്റ്റായിട്ടുള്ള സമിതികളിലെ ഏൽപ്പിച്ച് പുനഃക്രമീകരിക്കണം എന്നാണ് കോടതി ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എനിവേ കൂൾ ഗുരു, ശുക്രിയ.